Hey guys, welcome back to NKL Edit. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ Capcut Smooth Transition like A. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു ട്രാൻസിഷൻ വന്ന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കിഡ്ലൻ ട്രാൻസിഷനാണ്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് Capcut പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ അതിന് മുമ്പ് Capcut ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു VPN കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, Capcut ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് Capcut ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിവ്യൂവിലായാലും ഞാനിപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്തായാലും ആ ഒരു ട്രാൻസിഷൻ പ്ലേ ചെയ്യുന്ന സമയത്ത് വലിയ എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഓഡിയോസ് ഒന്നും ഉൾപ്പെടുന്നില്ല. അതായത് ഒരു വീഡിയോക്ക് അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഡിയോ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഡിയോ ഇമ്പോർട്ടൻ്റ് മീൻസ് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എഫക്റ്റും ഫീലൊന്നും കിട്ടാത്തത്. ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ബീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഈ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കൊടുത്താൽ കിഡിലൻ ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ട്രാൻസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലിപ്സൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു ലോങ് ക്ലിപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് ഞാൻ കറക്റ്റായി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഒരു ഡയലോഗ് പാർട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിനനുസരിച്ചുള്ള ഫസ്റ്റ് ഒരു സ്ലോമോ ക്ലിപ്പ് ഇതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിക്കറോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ പണി വന്ന് രണ്ടാമത്തെ ക്ലിപ്പോട്ടാണ്. നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കർവ് ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ മോണ്ടേജ് എന്നുള്ള ഒരു കർവ് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഈ ഒരു കർവിൽ 5-6 ബട്ടൺസ് ഉണ്ട്, മീൻസ് ഇതേപോലെ പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് 2 പോയിൻറ്റ്സ്, ഈ ഒരു പോയിൻറ്റും അതേപോലെ ഈ ഒരു പോയിൻറ്റും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇത് ഇവിടെ വന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം നമുക്ക് 4 പോയിൻറ്റ്സ് ഉണ്ടാവും. അത് വന്ന് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളെ വീഡിയോസിലേക്ക് കറക്റ്റായി കൊണ്ടുവരിക. ഏകദേശം ഇതേപോലെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിൻറ്റ് നമ്മൾ അവിടെ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. രണ്ടാമത്തേന്ന് പറഞ്ഞത് ഏകദേശം ഈ ഒരു പോയിൻറ്റ്, അതായത് ഈ ഒരു ലൈനിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിൻറ്റ് വന്ന് നമ്മളിതാ ഏകദേശം ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു കർവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ അടുത്ത ഒരു ക്ലിപ്പിലും സെറ്റ് ചെയ്യേണ്ട കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമ്മളെല്ലാ ക്ലിപ്പും മീൻസ് എല്ലാ പോയിൻറ്റ്സും കറക്റ്റായി അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ കറക്റ്റായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ മേക്ക് ഇറ്റ് സ്മൂത്തർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ബെറ്റർ ക്വാളിറ്റി ക്ലിക്ക് ചെയ്യുക. ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സ്ലോ മോഷൻ അപ്ലൈയിങ്, അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ലോമോ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്ലിപ്പ് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെയിം കർവ് തന്നെ നമ്മൾ രണ്ടാമത്തേലും സെറ്റ് ചെയ്യുക. അതായത് നമ്മളിത് ക്ലിക്ക് ചെയ്യുക, സ്പീഡിൽ പോവുക, കർവ് എടുക്കുക, മോണ്ടേജ് എടുക്കുക. ഓക്കെ, ഇവിടെയും നമ്മൾ സെയിം പ്രോസസ്സ്. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കർവാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത്. ആ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്തത് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ്. ആ ഒരു കർവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഇതും ബെറ്റർ ക്വാളിറ്റി ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് നമ്മളെ നെറ്റിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് വേഗം പ്രോസസ്സായി കിട്ടും. അപ്പോൾ നമ്മൾ നല്ലൊരു VPN തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 2 ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ദെൻ ഞാനതൊന്ന് കോപ്പി എടുത്തിട്ട് കുറച്ച് നല്ലോണം ആക്കുന്നുണ്ട്. അതായത് സെയിം ക്ലിപ്പ് തന്നെ ഒന്നും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ക്ലിപ്സ് യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ വീഡിയോസൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്തിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ കീ ഫ്രെയിംസും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. അതുപോലെ എൻഡിലായിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു സെൻറ്റർ പോർഷനിൽ വന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇത് നമ്മൾ അടുത്ത ക്ലിപ്പിൽ പോവുക. ഇവിടെ ഇതേപോലെ 3 കീ ഫ്രെയിംസ്, ഫസ്റ്റ്, എൻഡ്, അതേപോലെ സെൻറ്റർ. നമ്മൾ എത്ര ക്ലിപ്പാണോ എടുക്കുന്നത് അത്രയും ക്ലിപ്പിൽ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലാണ് നമുക്കിനി സൂം എഫക്റ്റ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇതിലാണ് നമ്മൾ സൂം എഫക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് മോഷൻ പോലെയല്ല, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതേപോലെ കീ ഫ്രെയിംസ് ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്ലിപ്പിലേക്ക് വരിക. നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ സൂം എഫക്റ്റ് കൊടുക്കേണ്ടത്. ചെറിയൊരു സൂം അത്രേ കൊടുക്കണ്ടു. അതുപോലെ തന്നെ നമ്മൾ എൻഡ് തേലും വന്ന് ചെറിയൊരു സൂം, ഏകദേശം ഒരുപോലെ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ക്ലിപ്പിലും
ഏകദേശം ഒരുപോലെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ കറക്റ്റായിട്ട് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് എല്ലാ ക്ലിപ്പിലും ഒരുപോലെ നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ എല്ലാറ്റിലും കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കർവ് ഓപ്ഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. കർവാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് കർവ് ഓപ്ഷൻ ഉണ്ട്, അതായത് ഗ്രാഫ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ 2 കീ ഫ്രെയിംസിൻ്റെ സെൻറ്ററിലായിട്ട് എറേസ് ഔട്ട് 1 ആ ഒരു കർവാണ് കൊടുക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ, അതായത് സെൻറ്ററത്തെയും എൻഡത്തെയും കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് എറേസ് ഇൻ 1 ഈ 2 കർവാണ് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാറ്റിലും സെയിം തന്നെയാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എറേസ് ഔട്ട്, എറേസ് ഇൻ, സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമ്മൾ എത്ര ക്ലിപ്പാണോ എടുക്കുന്നത് അത്രയും ക്ലിപ്പിൽ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കറക്റ്റായി അറേഞ്ച് ചെയ്യുക. ഇതിൽ കർവും കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലിപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് ആനിമേഷൻ എന്നുണ്ടാവും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സൂം 1 സൂം 2 എന്നുണ്ടാവും. ഇത് നമ്മൾ ഫസ്റ്റത്തേൽ സൂം 1 കൊടുക്കുക. ദെൻ ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, സൂം 2 കൊടുക്കുക. അതായത് ഒന്നാമത്തേന് സൂം 1, രണ്ടാമത്തേന് സൂം 2, മൂന്നാമത്തേന് സൂം 1, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ സൂം 1 സൂം 2 എത്ര ക്ലിപ്പാണോ എടുക്കുന്നത് അത്രയും ക്ലിപ്പിലേക്കും സൂം 1 സൂം 2 ഇതേപോലെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇതേപോലെ എഫക്ട്സിലേക്ക് വരിക. അതായത് നമുക്കിവിടെ എഫക്ട്സ് ഉണ്ടാവും, വീഡിയോ എഫക്ട്സ് ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ലെൻസിലേക്ക് പോകാം. ലെൻസിലേക്ക് പോയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ വൈഡ് ആംഗിൾ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഈ ഒരു ഫസ്റ്റത്തെ ക്ലിപ്പിന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഫക്റ്റിൻ്റെ ലെയർ വന്ന് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ട് ഇൻറ്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളാക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യുക, അടുത്തതിൽ വന്നിട്ട് ഇതേപോലെ പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലിപ്പിലേക്ക് ആദ്യം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ 4 ക്ലിപ്പായതുകൊണ്ട് 4 ക്ലിപ്പിലേക്കും ആ ഒരു വൈഡ് ആംഗിൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എഫക്ട്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ എഫക്ട്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എഡ്ജ് ഗ്ലോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോക്ക് ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതിൻ്റെ ഗ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 50 ആണ് കൊടുക്കുന്നത്. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊടുത്തതാണ്. നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊക്കെ ക്യാപ്കട്ടിൽ അവൈലബിൾ ആണ്. ഇതേപോലെ മിനി സൂം ഉണ്ട്, വിഗ്നേറ്റ് ഉണ്ട്, ക്രോം ബ്ലർ ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, കറക്റ്റായിട്ടൊരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം സ്മൂത്തായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളിതിൽ ഓഡിയോയും കൂടെ ആഡ് ചെയ്ത് ഒരു ലോങ് വീഡിയോ, അതായത് ഒരു 30 സെക്കൻഡ് സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു എഫക്റ്റാണിത്. അതുപോലെ തന്നെ നമുക്കിതിൽ ഹാലോ ബ്ലറോ ഡയമണ്ട് ബ്ലറോ അങ്ങനത്തെ ബ്ലറും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പലതരം സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം, ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.